കണ്ണുകൾ അടച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ അനുഭവിക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ വചനങ്ങൾ അവർക്ക് നൽകി. അഥവാ ഈശോ പറയുന്ന പോലെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന അങ്ങ് എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് നൽകി. കർത്താവേ, അവരെ സത്യത്താൽ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഈശോയെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങ് സത്യത്താൽ അങ്ങ് അവരെ സംരക്ഷിക്കണമേ. കർത്താവ്, ഉടമ്പടി എടുത്തിട്ട് കർത്താവ് ഈ നിമിഷം നീ വരും, അടുത്ത നിമിഷം വരുമെന്നതിനെ കാത്തിരുന്ന് കണ്ണു നൊന്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ വരാതിരിക്കുമ്പോഴേ, നീ വരുന്നില്ലെങ്കിൽ കർത്താവെ ഇവർ വെണ്ണീറായി പോകുന്നുള്ള വലിയ സത്യം കർത്താവ് ഈ അൾത്താറയിൽ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവെ ഞാൻ നിന്നെ അറിയിക്കാൻ ആഗ്രഹിക്കാൻ. കർത്താവെ, നീ വരുന്നില്ലെങ്കിൽ, നീ വൈകിയാൽ കർത്താവെ അങ്ങയുടെ മക്കൾ കർത്താവെ വെണ്ണീറായി പോകും. കർത്താവെ, നീ ഞങ്ങളുടെ പിതാക്കന്മാർ കാണിച്ച കാരുണ്യം, അങ്ങയുടെ അവകാശം ഓഹരിമാകുന്ന ഇസ്രായേൽ ജനത്തോട് നീ കാണിച്ച കാരുണ്യം കർത്താവെ, ഈ കാര്യങ്ങൾ നിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവെ നീ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആണിപ്രദാനം വലതുകരം അത്ഭുതകരം സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ, ഒരുമിച്ച് ശ്രദ്ധിക്കട്ടെ. കർത്താവ്, നിന്റെ വലിയ ശക്തി കർത്താവ് മക്കളെ കൊടുക്കണം പ്രാർത്ഥിക്കുന്ന. കർത്താവ്, അടിപ്പിണർ പോലെ കർത്താവ്, വൈദ്യ ആക്കാലം പോലെ കർത്താവ്, ദൈവിക ശക്തി കർത്താവ് ആകാശം പിളർന്നിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന. കർത്താവ്, ഈശോ അങ്ങയുടെ ചൈതന്യം കർത്താവ്, അങ്ങയുടെ ശക്തി കർത്താവ്, അങ്ങയുടെ തിരുമറുവാറുന്ന വലതുകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും കർത്താവ് വെക്കണം പ്രാർത്ഥിക്കുന്ന. കർത്താവ്, ഉച്ച മുതൽ ഉള്ളംകാലം വരെ അടിപ്പിണർ പോലെ, ഉച്ച മുതൽ ഉള്ളംകാലം വരെ അടിപ്പിണർ പോലെ, വൈദ്യുത ആക്കാലം പോലെ ദൈവികമായ ശക്തി ഇറങ്ങി വസിക്കട്ടെ. കർത്താവ്, രോഗത്തിൻ്റെ സൗഖ്യ പിണരുകൾ കർത്താവ് ഇപ്പോഴും മക്കൾ അനുഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്ന. പേശികളുടെ വേദന ഉള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോയെ സർവാംഗം കർത്താവ്, വിസർപ്പ രോഗമുള്ളവർ കർത്താവ്, സോറിയാസിൻ്റെ രോഗമുള്ളവർ കർത്താവ് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുഴുക്കലും ചൂടിയവനെ, നിന്റെ തിമിർപ്പാർന്ന വലതുകരം ഓരോ മകൻ്റെ വേണ്ടി വെക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ മുടി ഇഴകൾ പോലും ഓരോന്നും കർത്താവ് ഒന്നൊഴിയാതെ എണ്ണിയിരിക്കുന്നു പറഞ്ഞ കർത്താവ്, ഞങ്ങളെ സ്വന്തം പുത്തനെ നൽകി സ്നേഹിക്കാൻ പോകുന്ന ഞങ്ങളെ പുത്തനോടൊപ്പം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സമത്വം നൽകുന്ന നല്ല ദൈവം നിന്റെ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ അവിടെ പിണറുകൾ കർത്താവ്, രോഗത്തിൻ്റെ സൗഖ്യത്തിൻ്റെ പിണർ കർത്താവ്, ഉച്ചമുതൽ ഉള്ളംകാലം വരെ ഓരോ ആന്തരിക അവയവങ്ങൾ, പിസ്തുല രോഗികൾ, PCOD രോഗികൾ, RSS രോഗികൾ, ശ്വാസകോശ രോഗികൾ കർത്താവ്, കരൾ രോഗികൾ കർത്താവ്, തൈറോയ്ഡ് രോഗികൾ കർത്താവ്, സ്പോണ്ടിലോസിസ് രോഗികൾ, പിൻകടത്തിൽ വേദനയുള്ളവർ, അസ്ഥി രോഗികൾ, നടുവിൽ ചെരിഞ്ഞവർ കർത്താവ്, മുതുകിന് മുഴയുള്ളവർ, സർവാംഗം മുഴയുള്ളവർ കർത്താവ്, വാതരോഗികൾ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ രക്തം മഴ പോലെ പെയ്യട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഞാൻ തോരാത്തവനാണ്, എന്റെ കുറയ്ക്കകത്തുവരാ. ഞാൻ തോരാത്തവനാണ്, എന്റെ കൂറും ഞാൻ തോരാത്തവനാണ്. ഒരു വാക്കുമതി എനിക്കതു മതിയേ, 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 ഒരു വാക്കുമതി എനിക്കതു മതിയേ. എന്തെല്ലാം തിരിച്ചെടുത്താലും എൻ്റെ കുടുംബത്തിൽ നിന്ന് വാള് മാറിപ്പോകത്തില്ലെങ്കിലും ഞാൻ വാള് കൊണ്ട് പിളർക്കപ്പെട്ടാലും അപ്പാ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. കൈ അടിച്ച് കർത്താവ് പരിശുദ്ധമരമതികാരണത്തിന് 51-ാമത്തെ സങ്കീർത്തനത്തിൽ ഒരു കാര്യം കൂടി ദാവീദ് ചോദിച്ചു. 7-ാമത്തെ വാക്യത്തിലെ നിൻ്റെ പരിപാവനനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ എന്ന്. കാര്യം കുറേ കയ്യബദ്ധം സംഭവിച്ചു പോയി. എൻ്റെ കഴിഞ്ഞ കാര്യങ്ങളെന്നാൽ നീ ഓർക്കണം. നിന്നോട് പത്നി സ്നേഹം ഉണ്ടായിരുന്നൊരു കാലം ഇപ്പോഴും ഇല്ലെന്നല്ല, എൻ്റെ ബലഹീനത കാരണം കയ്യബദ്ധം വന്നു പോയതാണ്. ഇതിൻ്റെ പേരിൽ നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ലോകത്തേക്ക് ഏറ്റവും വലിയ കാലങ്ങളിലേക്കുള്ള മനുഷ്യരാശിക്ക് ആശ്വാസമായ പ്രാർത്ഥന. കൈയടിച്ച് കർത്താവ് അഗ്നിനാവായി പണിയണമേ, കൊടുങ്കാറ്റായി വീശണമേ,
പിതാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകണമേ. ആ ഒരു സ്റ്റേജിൽ വെച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തോട് സ്നേഹത്തിൻ്റെ ബന്ധം ഓർത്തുകൊണ്ട് ദൈവത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ആദ്യ നിരതദ്രവ്യമായി ജാമ്യമൂല്യമായി കഴിഞ്ഞ കാലങ്ങളിലെ ഭക്തിയും വിശ്വാസവും വെച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു, അപ്പാ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ചതാണ്, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, ഞാൻ നിന്നോട് കൂടെ നിന്ന ആളാണ്, ഇപ്പോഴേക്ക് അബദ്ധം പറ്റിപ്പോയി, കഴിഞ്ഞ കാലങ്ങൾ ഓർത്തുകൊണ്ട് അങ്ങയുടെ ആത്മാവിനെ ഇതിൽ നിന്ന് എടുത്ത് കളയരുത് എന്ന് പറഞ്ഞു ലോ വോൾട്ടേജിൽ. അതുകൊണ്ട് ദൈവം അത് എടുത്തു കളഞ്ഞില്ല, ദാവീദ് തിരിച്ചു വന്നു. അതുപോലെ എന്നെ കേൾക്കും ദൈവപൈതലേ, ഇപ്പം കടമാകാം, തകർച്ചയാകാം, ചിലപ്പോൾ ദാരുണമായ പ്രയാസങ്ങൾ കടന്നു പോവുകയാണ്, നീ തിരിച്ചു വരും യേശുവിന്റെ നാമത്തിൽ. കൈ അടിച്ചു കത്താൻ. പത്രോസും പോയി, പത്രോസും ഉറങ്ങിപ്പോയില്ലേ. പൂങ്കാവനത്തിൽ കർത്താവ് ചോര വീഴ്ത്തപ്പോൾ എന്നാ സംഭവിച്ചത്? ഏറ്റവും കർത്താവിന് ഉറപ്പുണ്ടായിരുന്ന ഒരാളാരാ? പത്രോസാ. യുവദാസിനെയൊക്കെ പണ്ടേ കർത്താവ് വിശ്വസിച്ചിട്ടില്ല. യോഹന്നാൻ 12 വായിക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ പത്രോസിനെ ഒത്തിരി വിശ്വസിച്ചതാണ് ഈശോ. എന്നാൽ അവൻ ഉറങ്ങുമെന്നുള്ളതേ, കർത്താവിൻ്റെ ചോര വിയർപ്പിൻ്റെ സമയത്ത് നിങ്ങൾ ചോദിക്കും കർത്താവ് ദൈവമല്ലേ, അപ്പോഴവൻ ഉറങ്ങുമെന്ന് കർത്താവിനെ അറിയത്തില്ലേ എന്ന്. കർത്താവ് ദൈവമാണ്, അതുപോലെ തന്നെ സമ്പൂർണ്ണ മനുഷ്യനുമാണ്. ഇപ്പം എന്നാ സംഭവിച്ചിരിക്കണത്? മരണത്തിൻ്റെ മണം കേൾക്കുമ്പോൾ ഈ മനുഷ്യാവസ്ഥയുടെ വികലത അങ്ങ് വല്ലാത്ത രീതിയിൽ സംഭ്രാന്തമായി കഴിയുമ്പോൾ ദൈവിക ശക്തി ഫീൽ ചെയ്യാത്ത വരും. അതുകൊണ്ടാണ് കർത്താവ് ചോര വിയർക്കണത്. ചോര വിയർത്തപ്പോൾ എന്താ സംഭവിച്ചത്? ചോര വിയർത്തപ്പോൾ ബൈബിളിൽ എന്താ സംഭവിച്ചത്? അവനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു മാലാഖ ഇറങ്ങി വന്നു ഇല്ലേ? അപ്പോൾ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 22:43 അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ ഇറങ്ങി വന്നു. എനിക്ക് തിരിച്ച് വായിക്കാൻ ഇഷ്ടമാവും. 22:43 എഴുതിയിരിക്കുന്നത് അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ ഇറങ്ങി വന്നു എന്ന്. അപ്പോൾ 22:44 ഒരു വചനം കൊണ്ടാണ്. എന്താണ്? അവൻ കൂടെ തീഷ്ണമായി, അവൻ തീവ്രവേദനയോടെ കൂടെ തീഷ്ണമായി പ്രാർത്ഥിച്ചെന്ന്. അപ്പോൾ അവിടുത്തെ എഴുതി, അതായത് കറക്റ്റ് ആധ്യാത്മിക ശാസ്ത്രം സംഭവിക്കാൻ സാധ്യതയുള്ള എന്താ? പ്രാർത്ഥിക്കുമ്പോഴല്ലേ ശക്തി വരണത് ഇല്ലേ? ആ വചനം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തോ ഒരു ചെറിയ സ്ലിപ്പിങ് സംഭവിക്കണ പോലെയാണ്. ഞാനതിന് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. കാര്യം ഇത്രയും നാൾ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നോക്കണത്, അനുഭവങ്ങളാണ് തിയറിയെ സാധൂകരിക്കേണ്ടത്, തിയറിയല്ല അനുഭവങ്ങളെ സാധൂകരിക്കേണ്ടത്. തിയറി എത്ര ശരിയായാലും പ്രാക്ടിക്കൽ തെറ്റാണെങ്കിൽ എന്ത് സംഭവിക്കും? തിയറി തെറ്റായിരിക്കും. അത് അനുഭവങ്ങളാണ് തിയറി സിദ്ധാന്തങ്ങളെ സാധൂകരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിച്ചുള്ളത്? അവൻ കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു തീവ്രവേദനയും മുഴുകിയപ്പോൾ. ഭൂകമ്പമുണ്ടായെന്ന് പറഞ്ഞില്ലേ? ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിൽ കർത്താവില്ലായിരുന്നു. ഭൂകമ്പം കഴിഞ്ഞപ്പോഴാണ് അഗ്നി ഉണ്ടായത്. അഗ്നിയിലും കർത്താവില്ലായിരുന്നു എന്ന 1 രാജാക്കന്മാർ 19:12 പറയുമ്പോൾ പിന്നെ ദൈവം ചോദിക്കും, അവസാനം ഒരു മന്ദമാരുത് വരുമ്പോൾ ദൈവം ചോദിക്കും, എലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോഴത് ഏലിയ ഒറ്റ വാക്ക് പറയും. എന്ത് പറയും? കർത്താവെ, ഭൂകമ്പം ഉണ്ടായാലും ഏലിയക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, തീഷ്ണമായി പ്രാർത്ഥിക്കും, തീഷ്ണതയാൽ ജ്വലിക്കും. കർത്താവെ, അഗ്നി കൊണ്ട് എൻ്റെ എൻ്റെ ജീവിത ഭവനം കത്തിപ്പോയാലും ഏലിയക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, ഞാൻ തീഷ്ണമായി വീണ്ടും നിന്നെക്കുറിച്ച് തീഷ്ണമായി വീണ്ടും ജ്വലിക്കുവന്നു. ദൈവവേദന എനിക്കും നിനക്കും, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഭൂകമ്പം ഉണ്ടായാലും, കടങ്ങളുണ്ടായാലും, എയ്ഡ്സ് ഉണ്ടായാലും, ക്യാൻസർ ഉണ്ടായാലും, കള്ളക്കേസ് ഉണ്ടായാലും, ഏതഗ്നി ഉണ്ടായാലും എനിക്ക് നിനക്ക് ഒന്നേ ചെയ്യാൻ പാടുള്ളതെന്നാണ് കർത്താവ് വചനം പറയുന്നത്. അത് തീഷ്ണയാ ചുരുക്കിയാണ്. വികാരണത്തിന് അപ്പം കടമുണ്ടായാലും രോഗമുണ്ടായാലും പരീക്ഷയ്ക്ക് തോറ്റാലും വീണ്ടും എന്താ നമ്മൾ ഇന്ന് കർത്താവിൻ്റെ വചനം എന്താ ഉദ്ദേശിക്കുന്നത്? വീണ്ടും ഈശോയെപ്പോലെ പത്രോസ് ഉറങ്ങിയാലും, യോഹന്നാൻ ഉറങ്ങിയാലും, യാക്കോബ് ഉറങ്ങിയാലും, പന്തങ്ങളും കുന്തങ്ങളും കുടച്ചക്കരങ്ങളുമായി വടിവാളുമായിട്ട് ശത്രുസൈന്യം നമ്മുടെ മരണത്തെ നമ്മുടെ ജീവനെ നക്കിയെടുക്കാൻ വേണ്ടി ഗേറ്റിಗೆ വന്നാലും ഈശോ ഏലിയാനെപ്പോലെ നിൽക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഏലിയാനെപ്പോലെയും നിന്നെപ്പോലെയും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തീഷ്ണമായി നിൽക്കാനുള്ള, തീഷ്ണമായി പ്രാർത്ഥിക്കാൻ, തീഷ്ണമായി വിശ്വസിക്കാൻ, തീഷ്ണമായി പ്രത്യാശിക്കാൻ, തീഷ്ണമായി സ്നേഹിക്കുവാൻ അങ്ങയുടെ ആത്മാവിനാൽ ഇപ്പോഴേ ഈ ആരാധനയിൽ ഇപ്പോഴേ ഇവിടെ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ പേര് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
നേരത്തെ വസൂലിപ്പ് എടുക്കേണ്ട, അച്ഛൻ പറഞ്ഞിട്ട് എടുത്താൽ മതി. മക്കൾ എഴുന്നേറ്റ് സ്വസ്ഥമായി നിൽക്കുക. അനേകം കാര്യങ്ങൾ നമ്മൾ ഉടമ്പടിയിൽ ദൈവദൃശ്യനെ വെച്ചിട്ടുണ്ട്. ഇത് ഉടമ്പടി ധ്യാനമാണെന്ന് നിങ്ങൾക്കറിയാം. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കർത്താവിനോട് ചെയ്ത ഉടമ്പടി നിങ്ങൾ അക്ഷരാർത്ഥത്തെ പാലിക്കണം. കാര്യം ദൈവം, ബൈബിളിലെ ദൈവം, ജീവിക്കണ ദൈവം വിശ്വസ്തനാണ് എക്കാലവും. അതുകൊണ്ട് നിൻ്റെ സങ്കടങ്ങളും വേദനകളും നീ ഉടമ്പടിയെ വെച്ചാലും അത് എത്ര കട്ടിയുള്ള കാര്യമായാലും, നീ അതിൻ്റെ നിസ്സഹായനായാലും നിസ്സഹായായാലും നിൻ്റെ ദൈവത്തിന് അതിനോട് താല്പര്യമുണ്ട്. പക്ഷേ കർത്താവിൻ്റെ താല്പര്യം നിനക്ക് ലഭിക്കുന്ന രീതിയിൽ നീ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ജീവിത അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. അതിലാണ് 3 പാപങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം 3 പറയും, പിന്നെ ഉടമ്പടി പുതുക്കുമ്പോൾ വീണ്ടും പുതിയ 3 പാപം തരും. പിന്നെയും 6-ാം മാസത്തിൽ പുതുക്കുമ്പോൾ വേറെ 3 പാപങ്ങൾ തരും. പിന്നെ 9-ാം മാസത്തിൽ പുതുക്കുമ്പോൾ വേറെ 3 പാപങ്ങൾ തരും. എന്താ ഉദ്ദേശം എന്നറിയാവോ? നിന്നെയും എന്നെയും വിശുദ്ധീകരിക്കാൻ. ഉടമ്പടി നിത്യരക്ഷകരെ വാഗ്ദാനം ചെയ്യുന്ന വിശുദ്ധീകരണ പ്രാർത്ഥനയാണ്. ഉടമ്പടി വെന്റിലേറ്ററിൽ നിന്ന് വന്നിട്ട് ചത്ത് കിടക്കുന്ന രോഗിയായാലും ശരി, അമ്മ വിചാരിച്ചാൽ, അമ്മ ഒന്ന് മനസ്സ് വെച്ചാൽ അത് ജീവനിലോട്ട് തിരിച്ചു വരും. അത്രയ്ക്കും പവർഫുള്ളാണ്. നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളല്ലേ. ഇപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഞാനിത് അറിയിപ്പായിട്ട് എടുക്കുകയാണ്. ഇത് അറിയിപ്പെന്ന് പറഞ്ഞാൽ, അച്ഛൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് എൻ്റെ ക്ലാസ് കേൾക്കാതെ ഒത്തിരി സഹോദരങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ചെയ്യണതിൽ കുഴപ്പമില്ല, ചെയ്യണം. കാര്യം ഇവിടെ പറയുന്ന എല്ലാ സാക്ഷ്യങ്ങളും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടതല്ലല്ലോ, അമ്മയുമായി ബന്ധപ്പെട്ട സാക്ഷ്യങ്ങളാണ്. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുമ്പോൾ മാത്രമേ ഡിസ്കഷൻ്റെ ആവശ്യം വരുന്നുള്ളൂ, മെസ്സേജിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2-3 സാക്ഷ്യത്തിൽ അങ്ങനെ അവർ പറഞ്ഞു, അത് നിങ്ങൾ ഉടമ്പടി ചെയ്യുക. ഉടമ്പടിച്ചിട്ട് ഉടമ്പടി കൃത്യം അതിനോട് വിശ്വസ്ത പാലിക്കണം. 1/2 മണിക്കൂർ വചനവായനയുണ്ട്. ഉടമ്പടി 1/2 മണിക്കൂർ വചനവായനയുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ ഉടമ്പടി വരുമ്പോൾ അച്ഛാ ഒരു കാര്യമേ നടന്നുള്ളെന്ന് പറഞ്ഞിട്ട് 3-ാം മാസം ഉടമ്പടി പുതുക്കി കഴിഞ്ഞ ശേഷം അച്ഛൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുമ്പോൾ ഞാൻ ചോദിച്ച് മെസ്സേജ് എടുക്കാൻ നേരത്തെ ഞാൻ ചോദിക്കും, ചേച്ചി ഒരു 2 നമ്പർ പറഞ്ഞ്, അപ്പോൾ 2 നമ്പർ പറയും, ഒരു സുവിശേഷത്തിൻ്റെ പേര് പറഞ്ഞ് ഉടനെ ഇവർ പറയും സങ്കീർത്തനം എന്ന് പറയും. ഞാൻ സങ്കീർത്തനമല്ല, സുവിശേഷം സുഭാഷിതം. അപ്പോൾ ഞാൻ ചോദിച്ചു ബൈബിൾ വായിക്കണില്ലേ? കണ്ണടയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എഴുന്നേറ്റ് പോവുക പിശാചി എന്ന് ഞാൻ പറയും. ഉടനെ പറയത്തില്ലേ, എൻ്റെ മനസ്സ് തുറക്കും. എന്താ? 1/2 മണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയത്തില്ല, കാര്യം ഇത് 1/2 മണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം 1/2 മണിക്കൂർ വചനം വായിക്കണം. നമ്മൾ 5 മിനിറ്റ് 10 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ആയിട്ട് കിടക്കണുള്ളിൽ 1/2 മണിക്കൂർ വചനം വായിക്കണം. അത് നമുക്ക് കണ്ണടയില്ല എന്നുണ്ടെങ്കിൽ പെരക്കിടാങ്ങളെ വിളിച്ചിരുത്തി വായിപ്പിക്കണത്. അതാണ് വിശ്വസ്തത എന്ന് പറയണത്. ഇപ്പോൾ ചില ആൾക്കാരോട് പറയണത് ഉടമ്പടി ചെയ്ത് അച്ഛനെ കാണാൻ പറ്റുമോ? പത്രം മേടിച്ച് അത്രയും കാണാവാം. ഇങ്ങനെ വരുന്ന ആൾക്കാർക്കാണ് കുഴപ്പം വരുന്നത്, വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ല. പെട്ടിക്കെട്ട് സാക്ഷിയിലെ ആൾക്കാർ പറയണത് നമ്മൾ ഒരിക്കലും ഒരോടും കേൾക്കാത്ത, ഞാൻ 89 തുടങ്ങിയ ശുശ്രൂഷയാണ്. ഉടമ്പടി വന്നപ്പോൾ പണ്ടത്തെ സാക്ഷ്യങ്ങൾ നോക്കുമ്പോൾ പണ്ട് 11-14 സാക്ഷ്യങ്ങൾ ഒരു മാസം ഉള്ളത്. അപ്പം ഇതിപ്പോൾ 400. അതൊന്നും പറയിപ്പിക്കണില്ല. അത് ഇന്ന് തന്നെ പകുതിയോളം സാക്ഷ്യം പറയിപ്പിച്ചിട്ടില്ല. സമയമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് പകുതി സാക്ഷ്യം പറഞ്ഞിട്ടില്ല. പക്ഷേ സാക്ഷ്യം എഴുതി കൊടുത്തപ്പോൾ തന്നെ അത് നിങ്ങൾക്ക് ഇന്ന് സാക്ഷ്യം എഴുതി കൊടുത്തിട്ട് പറയാൻ പറ്റാത്ത ആൾക്കാരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ വന്ന് പറയണം. ഇന്ന് നമുക്ക് സമയം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. 2:30 മണി വരെ മാക്സിമം നമുക്ക് ശുശ്രൂഷ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ പണ്ട് നമുക്ക് ഇത്രയും സാക്ഷ്യം ഒപ്പിച്ചെടുക്കാൻ പാടായിരുന്നു, 14 സാക്ഷിയൊക്കെ. പക്ഷേ ഉടമ്പടി ആയപ്പോൾ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഏറ്റുപറയുന്ന പ്രാർത്ഥന ഉടമ്പടി അല്ല. ഉടമ്പടി എന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ല, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മമാതാവിൻ്റെ സത്യാവസ്ഥയെ ഏറ്റുപറയുന്ന പ്രാർത്ഥനയുടെ ഉടമ്പടി. അതുകൊണ്ടാണ് ആ വിഷയം വന്നത്. അത് ആരെല്ലാം ഏറ്റുപറയുന്നോ അവർക്കെല്ലാം അടിക്കടി അനുഭവം. അപ്പോൾ അതനുസരിച്ച് എന്താണ്? വിശുദ്ധീകരണമെന്നാണ്. ദുരന്തമുണ്ടാകാൻ പോലും പ്രാർത്ഥിക്കണം എന്നല്ലേ അമ്മ പറഞ്ഞത്. അത് സുനാമിക്ക് മാത്രമല്ലല്ലോ, ഈ ലോകാവസാനം വരെ മനുഷ്യനും വ്യക്തിക്കും കുടുംബത്തിനും ജീവിതത്തിനും കമ്പനിക്കും നിൻ്റെ ജോലിക്കും ഉണ്ടാകുന്ന എല്ലാ ദുരന്തം ഉണ്ടാകാൻ പോകുമ്പോഴെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളതാണ്. ഉടമ്പടി പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് എന്താ വേണ്ടത്? വിശുദ്ധീകരണം വേണം ദൈവദൃശ്യതയിൽ. അപ്പം അതുകൊണ്ട് 3 പാപങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം. എന്നിട്ടത് ചിട്ടയുടെ കണ്ണിന് എണ്ണ ഒഴിച്ചിരിക്കണം. ആ പാപം ക്ഷമ അല്ലെങ്കിൽ ദയ അല്ലെങ്കിൽ വൈരാഗ്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിന്മകൾ അത് ഉപേക്ഷിച്ചാൽ പിന്നെ അത് ആവർത്തിക്കാതിരിക്കണം. അതാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ഉടമ്പടിയോട് കൂടെ നമ്മൾ കാണിക്കുന്ന വിശ്വസ്തത. അത് കഴിയുമ്പോൾ ഈ വചനങ്ങൾ വായിക്കണം നമ്മൾ.
വചനങ്ങൾ സ്നേഹത്തോടെയും കൊതിയോടെയാണ് വചനം വായിക്കേണ്ടത്. കാര്യം വചനം വാഗ്ദാനമാണെന്ന് പറഞ്ഞ് അത് എബ്രഹാത്തിനോട് ചെയ്ത അതേ സമയത്ത് തന്നെയാണ് ദൈവം നമ്മോടും ചെയ്തിരിക്കുന്നത്. 4000 കൊല്ലം കഴിഞ്ഞ് വരുന്നതോട് സെയിം സിംഗിൾ ടൈമിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആരെല്ലാം വിശ്വസിക്കുന്നുവോ, വിശ്വസിക്കാനുള്ള കഴിവ് കിട്ടുന്നുവോ അവരെല്ലാം ഒക്കെ അനുഭവം ഉണ്ടാകും. വചനത്തിന് കാലമില്ല. ശരിക്കും പറഞ്ഞാൽ അത് സിംഗിൾ പ്രസൻറ്റിൽ എഴുതിയിരിക്കുന്ന സംഭവമാണത്. 10000 കൊല്ലം കഴിഞ്ഞാലും ഒറ്റ വചനം. ആ വചനം മനുഷ്യരാശിയോട് പറയുമ്പോൾ നമ്മുടെ വർത്തമാനങ്ങളിൽ ആരെല്ലാം അത് വിശ്വസിക്കാനുള്ള കപ്പാസിറ്റി, കഴിവ് നേടുന്നുവോ അവരെല്ലാം ദൈവത്തെ അനുഭവിക്കും. അത് കഴിവ് നേടാൻ വേണ്ടിയുള്ള പരിശീലനങ്ങളാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ 6 നിബന്ധനകൾ. മൂന്നാമത്തത് എന്താണ്? എല്ലാ മാസവും ഒരു പ്രാർത്ഥനയ്ക്ക് വരാൻ. എല്ലാ പ്രാർത്ഥനയ്ക്ക് വരേണ്ട കാര്യമില്ല. ഇപ്പോൾ അക്രൈസ്തവ കൂട്ടായ്മ എന്ന് പറഞ്ഞ കൂട്ടായ്മ ഉണ്ട് ഇവിടെ. അത് ഉടമ്പടി ധ്യാനമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. കാരണം ഒരു ദിവസം തന്നെ 230 പേരെ ഉടമ്പടി ചെയ്യണത്. പിന്നെ എങ്ങനെ നമുക്ക് ഈ ആൾക്കാരെല്ലാം പ്രാർത്ഥന കൂട്ടാൻ പറ്റും? അപ്പം അതുകൊണ്ട് അതും ഇനി കുറച്ച് കഴിയുമ്പോൾ മാസത്തിൽ 2-ാം ചൊവ്വാഴ്ചയും അക്രൈസ്തവ ധ്യാനത്തിൻ്റെ ഉൾപ്പെടെ ഉടമ്പടി ധ്യാനമായിട്ട് മാറും. അപ്പം അത് കഴിയുമ്പോൾ ആ ഒരു പ്രാർത്ഥന ഏതെങ്കിലും കൂടണം. കൂടിയാൽ മാത്രം പോരാ. 4-ാമത്തെ കാര്യവും ഇപ്പോൾ 1-ാമത്തെ കാര്യമാണ്. എന്താണ്? പ്രേക്ഷിത പ്രവർത്തനം. കൃപാസനത്തിൻ്റെ പത്രം വാങ്ങിച്ചിട്ട് പകുതി പള്ളിയിലും പകുതി പൊതുജനങ്ങൾക്ക് എത്തിക്കണം നമ്മൾ, ബൈ പേഴ്സൺ. ഇപ്പോൾ ഇന്നലെ 400 പത്രവും കൊണ്ടുവന്ന് ഇവിടെ കൗൺസിലിംഗ് വന്ന ഒരു സൗദിയിലെ സഹോദരങ്ങളുണ്ട്. പക്ഷേ ആ പത്രം, ആ ചീട്ട് ഞാൻ പിടിച്ചാൽ പറഞ്ഞ് ഈ പത്രം കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ അവരെ പൊക്കി വിട്ട് മിണ്ടാൻ അനുവദിച്ചില്ല. എന്താ കാര്യം? 400 പത്രക്കാരും ഇപ്പോൾ 400-200 പത്രക്കാരും അച്ഛൻ കാണാനില്ല. എല്ലാവരും കണ്ടു. ആദ്യ കാര്യങ്ങളിൽ ഒരു 4-5 മാസം മുമ്പ് എടുത്തവരെയാണ് അന്നത്തെ സിറ്റുവേഷൻ മോശമായത് കാണാൻ ഒത്തിട്ടില്ല. ഇന്നിപ്പോൾ ആരുമില്ല. ഏപ്രിൽ മാസത്തിലായാലും ശരി, മാർച്ച് മാസത്തിൽ ഇവിടെ വന്ന എല്ലാവരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാർ അതിൽ ചില എളുപ്പ വഴി കാണിക്കുന്നുണ്ട്. എന്താ കാണിക്കണത്? അവർ പത്രം മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോരും. അപ്പോൾ എന്താ പ്രശ്നം വരാൻ പോണത്? പ്രാർത്ഥന ഒരു മാസത്തെ ഒരു പ്രാർത്ഥന കൂടാൻ അവർക്ക് കാനഡയിലും സ്വിറ്റ്സർലൻഡിലൊക്കെ പോകുന്നത് കൊണ്ടാണ് അതിന് പകരം 400 പത്രം മേടിച്ചിട്ട് 4 പ്രാർത്ഥനയുടെ വിശേഷ വേല ഒരുമിച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അവർ പത്രം മേടിച്ചു. പക്ഷേ എന്തിനാ? അച്ഛനെ കാണാൻ വേണ്ടിയാണ് വീട്ടിൽ വെച്ചിട്ട് പോകുന്നത്. അവർക്ക് ഉടമ്പടിയും ഇല്ല, പ്രേക്ഷിത പ്രവർത്തനവും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ കണ്ട് വയറ്റി പഴുപ്പം എന്തെങ്കിലും നടക്കുമെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വയ്യാവേലികളൊന്നും ഇതിനകത്ത് കയറ്റത്തില്ല. അതൊക്കെ അത് വയ്യാവേലി കേസായിട്ട് അച്ഛൻ എടുക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനം അല്ല. ആരോ പറഞ്ഞു പത്രം മേടിച്ച് അച്ഛനെ കാണാമെന്ന്. അങ്ങനെ തരികട കാണിച്ച് മതി. അങ്ങനെയൊന്നും നിങ്ങൾ കാണിക്കരുത്. 400 പത്രക്കാരൊക്കെ പ്രാർത്ഥന കൂടാൻ നിർവാഹമില്ലാത്തവർ ഉടനെ സ്റ്റാർട്ടിക്ക് രാത്രി തീക്ഷ്ണതയുള്ള ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായി ആരാണ് ഉടമ്പടി ചെയ്തത്, ആർക്ക് വേണ്ടിയാണോ ചെയ്തത്, അവരുമായിട്ട് പോയി ചെയ്യണം. അല്ലാതെ ബംഗാളികളെ കൊണ്ട് ചെയ്യിക്കരുത്. അല്ലാതെ വീട്ടിൽ പേരൊക്കെ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് തറവാടി വിലമാരെ കൊണ്ട് നമ്പർ കാണിക്കരുത്. അതൊക്കെ വിളിക്കാൻ തക്കളെ പണ്ടാകും. ആരാണ് ഉടമ്പടി ചെയ്തത് അവരാണ് കർത്താവിൻ്റെ ദൃശ്യനെ പ്രേക്ഷിത പേര് ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്താലും ഇവിടെ ഒന്നും നടക്കത്തില്ല. ആളെ ഞാൻ അപ്പം പൊക്കും. ഒരു കാര്യം നടക്കത്തില്ല. കാര്യം എന്താണ്? ഇത് ഉടമ്പടിയാണ്. അല്ലാതെ യുദാസിൻ്റെയും അന്തോസിൻ്റെയും പെട്ടി വെച്ചിൻ്റെ അപേക്ഷക്കത്തല്ല, ഉടമ്പടിയാണ്. ദൈവത്തോട് ചെയ്തിരിക്കുന്നതാ. അതിൽ ഒരു കാര്യം പ്രേക്ഷിത പ്രവർത്തനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരനെ അറിയാത്തവർ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അതിന് ഇപ്പം കൃപാസനം പത്രം പോലെ ഒന്നുമില്ല, എൻ്റെ അറിവിലില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളാണ് അതിലുള്ളത്, അല്ലേ? ഒരു മാസം കർത്താവ് തരേണ്ട. നിങ്ങൾക്കറിയാവോ ഇന്ന് പറഞ്ഞ വചനങ്ങൾ ഒരു വചനം മാത്രമേ എനിക്ക് നേരത്തെ കിട്ടിയുള്ളായിരുന്നു. ബാക്കിയെല്ലാം ഈശോ ഓൺലൈനിൽ ഇപ്പോൾ പറഞ്ഞ വചനങ്ങളാണ്. ലിങ്കിങ് ലൂപ്പിംഗ് എല്ലാം നടന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വെച്ച് പരിശുദ്ധാത്മാവ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ദൈവം നമ്മുടെ സംസാരിക്കുന്ന ആ വാക്കുകൾ ലൈവായിട്ട് കിടക്കുന്നത് അവിടുന്ന് റെക്കോർഡ് ചെയ്തെടുത്തിട്ടാണ് ഞങ്ങൾ പിറ്റേ ആഴ്ചയിൽ പിറ്റേ മാസം നമ്മൾ 10-ാം കുറിപ്പ് എഴുതണത്. അല്ലാതെ പൂർണ്ണം കണ്ടുപിടിച്ച ചിന്തിച്ചെഴുതണം അല്ലത്. ദൈവം ഇപ്പോഴെന്ത് പ്ലാറ്റ്ഫോമിൽ വെളിപ്പെടുത്തുന്നു അതാണ് നമ്മൾ 10-ാം കുറിപ്പായിട്ട് വരുന്നത്. ദൈവവചനം തന്നെയാണത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പ്രവൃത്തികളുമാണ് കൃപാസനം പത്രത്തിലുള്ളത്. അത് 12 തവണയാണ് വ്യഞ്ചരിക്കുന്നത്, ഒരു തവണ ഒന്നുമില്ല. അതിൻ്റെ കൺസെപ്ഷൻ തുടങ്ങുന്ന സമയം തൊട്ട് വ്യഞ്ചരിക്കാൻ തുടങ്ങും. അത് റിലീസ് ചെയ്ത് നിങ്ങളുടെ കയ്യിലെത്തുന്നവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതാണ് അതിനത്രയും പവർ. ഇന്ന് സാക്ഷ്യങ്ങൾ എന്തുമാത്രമാണ്. കുറേ സംഭവം ഇവിടെ എടുത്ത് വെച്ചിരിക്കുക. പത്രത്തിൻ്റെ 10 സാക്ഷികൾ പറയുമ്പോൾ 2 സാക്ഷ്യവും ഞങ്ങളിവിടെ പറയിപ്പിക്കത്തുള്ളൂ. കാര്യം എപ്പോഴും പത്രം പറയിപ്പിക്കുമ്പോൾ അത് ശരിയല്ലെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒത്തിരി സാക്ഷ്യങ്ങളാണുള്ളത്. ഇതൊക്കെ അമ്മ നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്കത് ഒഫീഷ്യലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം പത്രത്തെക്കുറിച്ച് ബൈബിളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പത്രം വായിക്കണമെന്നോ പത്രം തിന്നണമെന്നോ ഒന്നും പറയത്തില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഉടമ്പടി ചെയ്ത ആൾക്കാരെ പഴയ 3 മാസത്തെ പത്രങ്ങൾ ഒരുമിച്ച് നിരത്തിയിട്ട് വായിക്കണം. കാര്യം ഉടമ്പടി ചെയ്യുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ഉടമ്പടി തന്നെയാണ് പരിഹാരം. മനുഷ്യൻ ഇപ്പം ഈ വർത്തമാനകാലത്ത് അനുഭവിക്കുന്ന പുതിയ ജീവിത സാഹചര്യങ്ങൾക്കുള്ള എല്ലാ മറുപടികളും ഈ സാക്ഷ്യത്തിലുണ്ട്. ആ സാക്ഷ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിനാണ് തൈലം ഉപയോഗിച്ചത്.
അതിനാണ് പത്രം കത്തിച്ചുപയോഗിച്ചത്, അതിനാണ് തിരി ഉപയോഗിച്ചത്, ഇതിനാണ് കാശിരി ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഉടമ്പടി ഇരിക്കുന്ന നേർച്ച വസ്തുക്കൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പത്രത്തിൻ്റെ സാക്ഷ്യം. അപ്പോൾ പത്രം 3 മാസം പത്രം കൈ വെച്ച് വായിക്കണം. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ വിഷയം ആരാണ് കൈകാര്യം. ഇവിടെ ഓരോരുത്തർ പറയണില്ലേ, അതൊന്നും അച്ഛൻ പറഞ്ഞു കൊടുക്കണമില്ല, ഇവിടെ കൗൺസിലേഴ്സ് പറഞ്ഞു കൊടുക്കണമില്ല. ഇവിടെ ഞങ്ങൾ ഉടമ്പടി ധ്യാനത്തിൽ എൻ്റെ സ്കെൽട്ടൻ ഈശോ പണ്ട് പറഞ്ഞത് കിടക്കുന്നുണ്ട്. പക്ഷേ പിന്നെ പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്ക് തോന്നിക്കുന്ന രൂപത്തിലാണ് അവരൊരു നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അതെല്ലാം ഫലമായി വരുമ്പോഴാണ് അത് മിറക്കിളായിട്ട് മാറുമ്പോൾ നിങ്ങൾ നോക്കണം, ഞങ്ങളുടെ കേസുമായിട്ട് ഒരു ബന്ധമുണ്ടോ, ഞങ്ങളുടെ കേസുമായിട്ട് അതിൻ്റെ ബന്ധമുണ്ടോ. ഇപ്പോൾ തന്നെ പരീക്ഷയ്ക്ക് തോറ്റുപോയി. ആ റീവാലുവേഷൻ ചെയ്തവർ എന്താണ്, റീവാലുവേഷൻ കൊടുത്തപ്പോൾ മൊത്തത്തേക്ക് ജയിച്ച് കൂടുതൽ മാർക്ക് കിട്ടി. അവരെന്താണ് ചെയ്തത്? ഉടമ്പടിയിൽ തിരിയാണോ ഉപയോഗിച്ചത്, കാശുരുവാണോ ഉപയോഗിച്ചത്? ഇപ്പോൾ ലോൺ എടുത്ത്, ഫസ്റ്റ് ലോൺ എടുത്ത് അടക്കാൻ പറ്റിയില്ല, സെക്കൻഡ് ലോൺ ആ ബാങ്കിൽ തന്നെ എടുത്ത് കിട്ടത്തില്ലായിരുന്നു. അവരെന്താ ചെയ്തത്? അവർ കാശുരുവാണോ ഉപയോഗിച്ചത്? അപ്പോൾ അങ്ങനെ ഉടമ്പടിയിലുള്ള എല്ലാ നേർച്ച വസ്തുക്കൾക്കും ഹൈ പവറാണ്. കാര്യം അമ്മ നിന്ന സ്ഥലത്ത് വെച്ച് കുർബാന ചൊല്ലി കുർബാന ഉടുപ്പ് കഴിച്ചിടാതെ വെഞ്ചരിക്കുന്നതാണത്. അതുകൊണ്ട് തന്നെ ഓഫീസിൽ നിന്ന് മാത്രമേ ആ വെഞ്ചരിച്ച സാധനം കിട്ടത്തുള്ളൂ. പുറത്ത് മേടിച്ചിട്ടൊരു കഥയുമില്ല. അത് ഉടമ്പടിയായിട്ടൊരു ബന്ധമില്ലാത്ത വിൽപ്പന ചരക്കുകളാണ്. വിൽപ്പന ചരക്കുകളും വെഞ്ചരിപ്പും തമ്മിലൊരു ബന്ധമില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉടമ്പടി ഇപ്പോൾ തീർന്നു പോകുമ്പോൾ നിങ്ങളത് ഞങ്ങളിവിടുന്ന് ബൾക്കായിട്ടൊന്നും തരത്തില്ല, നിങ്ങളുടെ ഫോറം നോക്കിയിട്ട് തരത്തുള്ളൂ. കാര്യം ഇത് ബൾക്കായിട്ട് വേണേൽ കൊടുക്കാം, അങ്ങനെ വെച്ച് കാശ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ എനിക്കൊരു 15 കോടിയെങ്കിലും ഉണ്ടാക്കാം. ഞാൻ 89 തുടങ്ങി കർത്താവ് തന്ന ശുശ്രൂഷയാണ്, ചെയ്യത്തില്ല. ഇപ്പോഴും നിങ്ങൾ നോക്കിക്കോ, ഇവിടെ 27 ദിവസമാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ആൾക്കാർക്ക്. 27 ദിവസം, ഒരു മാസം നമുക്ക് 40 ചാക്ക് അരി വേണം ചോറ് കൊടുക്കാൻ ആൾക്കാർക്ക്, കഞ്ഞി കൊടുക്കാനായാലും 40 ചാക്ക് അരി. അപ്പം അങ്ങനെ അത്രയും. അപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതമാർഗ്ഗം വരുമ്പോൾ നിങ്ങൾ ഈ അന്നദാനത്തെ സഹായിക്കണം. കാര്യം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചത് കൊടുക്കണത്. ഞങ്ങൾക്ക് എന്ത് കാര്യം? ബ്രേക്ക്ഫാസ്റ്റ് ധ്യാനകത്തിന് കൊടുക്കുക. ലോകത്ത് ഏത് ധ്യാനകത്തിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണത്? കൊടുക്കത്തില്ല. ഞങ്ങൾ പുറത്തുനിന്നാണ് ഇത് 10, 2000, 4000 രൂപ, 5000 രൂപയ്ക്ക് വരെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ച് കൊടുക്കുക. കാര്യം എന്താ? വേദവിലാതി ഇല്ലാതെ പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ടാ. അമ്മ വീടല്ലേ, വേവലാതി ഇല്ലാതെ, മനസ്സ് പൊള്ളാതെ, ശരീരം പൊള്ളാതെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വിചാരിച്ചിട്ട് രാബെളിപ്പിനെ പോയി മേടിച്ചുകൊണ്ടെന്ന് വെക്കണത്. അപ്പം അങ്ങനെയൊക്കെ ഒരു മനസാക്ഷി അമ്മയുടെ പേരിൽ കാണിക്കുമ്പോൾ നിങ്ങളും അതുപോലെ, നിങ്ങളും അമ്മയുടെ പറയും, അമ്മ ഞങ്ങൾ രക്ഷപ്പെട്ട ഈ ധ്യാനകേന്ദ്രവും രക്ഷപ്പെടണം. കാര്യം എന്തറിയാവോ? ഇതൊക്കെ ദ്രവിച്ചുകൊണ്ടിരിക്കുക. പണ്ടത്തെ ആസ്പെറ്റോസൊക്കെ പൊടിഞ്ഞുകൊണ്ടിരിക്കുക. മൊത്തം പൊളിക്കണം. 1,20,00,000 രൂപയാണ് ഇപ്പോൾ ഒരു എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത്. അത് കുറവായിരിക്കും. ഇതിൻ്റെ പൊക്കം കൂട്ടിയിട്ട് ബാൽക്കണി വെച്ച് രണ്ടാമത് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെ എഞ്ചിനീയർ വേണം, കുറേ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ എല്ലാം വേണ്ടിയാണ് വണക്കം നടത്തുന്നത്. വണക്കം ഇപ്പോൾ നടക്കണില്ലേ? കാര്യം ഇപ്പോൾ റാലിയിൽ വന്ന സാക്ഷ്യങ്ങൾ ഇപ്പോഴും പറയുന്നത് ഒക്ടോബർ മാസം നടത്തിയ റാലിയുടെ സാക്ഷ്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇനിയിപ്പോൾ അടുത്ത മാസം മെയ് മാസം തൊട്ട് വണക്കത്തിൻ്റെ സാക്ഷ്യമാണ് പറയാൻ പോണത്. കാര്യം കൃപാസന അമ്മ മാതാവിന് വേണ്ടി എന്ത് ചെയ്താലും അമ്മ കൂടെ ഉണ്ടാകും, ഒരു സംശയമില്ല. അമ്മ മാതാവിൻ്റെ പേരിൽ എന്ത് ചെയ്താലും ഔദ്യോഗിക മുദ്രയാണ്. അതുകൊണ്ടാണ് വണക്കത്തിന് വേണ്ടി ആൾക്കാർ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വണക്കത്തിന് വേണ്ടിയുള്ള കൗണ്ടർ കൊണ്ട് നിങ്ങൾക്ക് വണക്കവേറ്റെടുത്ത് നടത്താവുന്നതാണ്. നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 5 കൊല്ലത്തിനുള്ളിൽ ഇത് പണി തരും. ആർക്കെങ്കിലും സഹായിക്കാൻ, അല്ലാതെ തന്നെ സഹായിച്ച് പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ആ ഒരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് അമ്മയോട് നേർച്ച വെച്ച് പ്രാർത്ഥിക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 4ാമത്തെ കാര്യം ഈ പത്രമാണ്. അതുകൊണ്ട് പത്രത്തിന് എപ്പോഴും 4 സ്ലാബാണ് ഉള്ളത്. 5 സ്ലാബ്, 400 പത്രത്തിൻ്റെ സ്ലാബ്, 200 പത്രം എന്ന് പറയുമ്പോൾ ഒരു പ്രാർത്ഥന കൂടിയാൽ 200 പത്രം എടുത്താലും കൗൺസിലിംഗ് നടക്കും, മെസ്സേജ് കിട്ടും. പക്ഷേ അത് 50ഒക്കെയാണ് വരുന്നത് ഇപ്പോഴും. ഇപ്പോൾ ഇന്നലെ രാവിലെ 6 മണിക്ക് തുടങ്ങിയിട്ട് ഞാൻ ഇവിടെ ആൾക്കാർ പോയപ്പോൾ, കടകുറ്റിക്കാർ ഇവിടുന്ന് പോയപ്പോൾ മണി 8:30. അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. രാവിലെ വരുന്ന ആൾക്കാരാണ്, രാവിലെ വന്നാലേ ചീട്ട് കിട്ടത്തുള്ളൂ. കാര്യം വെച്ചാൽ എമർജൻസിക്കാർ മാത്രം വരാനാണ് രാവിലെ വെക്കണത്. എമർജൻസിക്കാർ മാത്രം വരാൻ ആണ് രാവിലെ വെക്കണം. എമർജൻസിക്കാരെ വരാൻ പാടുള്ളൂ. അല്ല, എമർജൻസി ഇല്ലാത്തവരാ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ഹൈ എമർജൻസിക്കാരാണ് കൗൺസിലിങ്ങിന് വേണ്ടി വരണത്. അല്ല 3 പ്രാർത്ഥന കഴിഞ്ഞെന്ന് പറഞ്ഞ് കെട്ടിയെടുത്ത് പോരരുത്. ഹൈ എമർജൻസി ആണെങ്കിലേ വരാവൂ. കാര്യം അച്ഛനെ കണ്ട് അല്ല ഇനി മുന്നോട്ട് പോകത്തുള്ളെന്ന അവസ്ഥ ഉണ്ടെങ്കിലാണ് നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരേണ്ടത്. അല്ല 3 പ്രാർത്ഥന കഴിഞ്ഞില്ല എന്നാൽ പിന്നെ അച്ഛൻ കണ്ടേക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല. 200 പേര്, 250 പേരാണ് രാവിലെ ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് ചീട്ട് കൊടുക്കുമ്പോൾ ആദ്യം 400 ചെടുക്കും. കാര്യം രാജ്യം വിട്ട് പോകാതിരിക്കുന്ന ആൾക്കാരാണ് 400 പത്രത്തിൻ്റെ കാർഡ് എടുക്കുന്നത്. അവർക്ക് പ്രാർത്ഥന കൂടാൻ സമയമില്ല. ഇപ്പം ഇന്നലെ സന്ധ്യയ്ക്ക് വന്ന പെൺകുട്ടിക്ക് ഇന്ന് രാവിലെ ഫ്ലൈറ്റാണ്. അപ്പം അങ്ങനെയുള്ളവരാണ് 400 പത്രം എടുക്കുന്നത്. അവർ ഇനിയിപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് വരത്തുള്ളവരെ. അത് കഴിഞ്ഞ് അല്പം കൂടി പ്രാർത്ഥിക്കാൻ കൂടാൻ സമയമുള്ളവരാണ് 200 എടുക്കുന്നത്. 3 പ്രാർത്ഥനയും കൂടാൻ സമയമുള്ള ആൾക്കാരാണ് 100 എടുക്കുന്നത്, 100 പത്രത്തിൻ്റെ കാർഡ് എടുക്കുന്നത്. അങ്ങനെ 3 മാസം എടുത്തു കഴിയുമ്പോൾ മെസ്സേജിങ്ങിൻ്റെ സമയമാകും. ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് എടുക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാം. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ എപ്പോഴും ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കയ്യിൽ പത്രത്തിൻ്റെ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ മാസം പ്രാർത്ഥന കൂടാത്തതായിട്ട് കണക്കാക്കത്തുള്ളൂ. ഇപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുമോ ഇനി കുഴപ്പമില്ല, ഇപ്പോൾ ഇന്ന് ഏപ്രിൽ മാസം കൂടിയില്ല,
ഇനി മെയ് മാസം കൂടാം. അപ്പോൾ 2 പത്രത്തിൻ്റെ കാർഡ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മെയ് മാസത്തിൽ കിട്ടുന്ന പത്രത്തിൻ്റെ കാർഡ് മെയ് മാത്രമാണ്. 2 മെയ് അടിച്ച് 2 മെയ് അടിച്ച് കിട്ടും. അത് ഏപ്രിൽ മാസം കൂട്ടത്തില്ല. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ഏപ്രിൽ മാസത്തെ പ്രാർത്ഥന മിസ്സായില്ല. ഞാൻ വന്നതാണ് അച്ഛാ, പത്രത്തിൻ്റെ കാർഡ് എടുക്കാൻ ഞാനെന്നൊക്കെ പറഞ്ഞ് ഒന്നും വെക്കത്തില്ല, അതൊന്നും വെക്കത്തില്ല. രേഖകൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ. മറ്റേ കൊച്ചെടുത്ത് കയറി കളഞ്ഞ് വണ്ടി പോയെന്നൊക്കെ ഒന്നും പറഞ്ഞാൽ ഒരു സാധനം വെക്കത്തില്ല. ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. തന്നിരിക്കുന്ന പത്രം, അതിൻ്റെ കാർഡുകൾ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ പൗച്ചിൽ സൂക്ഷിക്കണം. 25 മുതലുള്ള എല്ലാ പത്രത്തിനും കാർഡ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ 10 മേടിച്ച് 5 മേടിച്ചെന്ന് പറയുമ്പോൾ അതിന് കൃപാസനമായിട്ട് ബന്ധമില്ല. കാര്യം ഉടമ്പടിയുമായിട്ട് ബന്ധമില്ല. ഉടമ്പടിയിൽ ഏറ്റവും നോർമലായിട്ടുള്ള 50. പിന്നെ കറണ്ട് ചാർജ് അടക്കാൻ പറ്റാത്ത പാവങ്ങൾക്ക് വേണ്ടിയാണ് 25 വെച്ചിരിക്കുന്നത്. കറണ്ട് ചാർജ് അടക്കാൻ ഇല്ലാത്ത ആൾക്കാർ പാവങ്ങൾക്ക് വേണ്ടിയാണ് 25 വെച്ചിരിക്കുന്നത്. വളരെ പാവപ്പെട്ട ഒരു ഉദ്ദേശം വെച്ചിരിക്കുന്നത്. അല്ല 5 10 അല്ല, അതും എടുക്കത്തില്ല. അതും പ്രാർത്ഥന കൂടിയായിട്ട് കണക്കാക്കത്തുമില്ല ആ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ അതുപോലെ തന്നെ കൃത്യമായിട്ട് ആ പേപ്പർ മേടിക്കുക മാത്രമല്ല സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് തരുന്ന കൂപ്പൺ. കാര്യം ഇവിടെ വരുമ്പോൾ ആദ്യം തന്നെ 400 എടുത്ത് മാറ്റും, 1-ാം നമ്പർ. അത് എത്ര എടുത്തുകൊണ്ട് മാറ്റാണ്ട് പിന്നെ 200 എടുക്കുക, 3 4 അതങ്ങനെ 20 25 നമ്പർ വരും. പിന്നെ 100 എടുക്കും, 100ൻ്റെ അത് തന്നെ ഒരു 10 20 നമ്പർ വരും. പിന്നെ 50 എടുക്കും, 50 തന്നെ ഒരു 20 നമ്പർ വരും. പിന്നെ നീല എടുക്കും, നീല 20. അപ്പം നീല എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നീല തുടങ്ങുമ്പോൾ തന്നെ 6 മണിയാവും വൈകുന്നേരം. കാര്യം പ്രേക്ഷിത പ്രവർത്തനം അനുസരിച്ചാണ് കൗൺസിലിങ്ങിന് സമയം കൊടുക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കൂടുതലും കുറച്ചതും അനുസരിച്ചാണ് കൗൺസിലിങ്ങിന് സമയം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കരുതി വേണം. പത്രവുമായിട്ട് ലിങ്കാണ് അതുകൊണ്ട്. കാര്യം പ്രേക്ഷിത പ്രവർത്തനത്തിനാണ് ഊന്നല്. കർത്താവിനെ അറിയാത്തവർ നിങ്ങൾ അറിയണം. ഇപ്പോൾ ചമ്പക്കുളത്ത് ഒരു അപ്പച്ചൻ വന്നു, അപ്പച്ചന് 400 പത്രത്തിൻ്റെ കാർഡായിരിക്കണത്. ഞാൻ ചോദിച്ചാൽ പത്രം ഇവിടെ കൊടുത്തു. അത് അച്ഛൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തെല്ലാം ഈ പത്രമുണ്ട്, അതുകൊണ്ട് ഞാനും ഭാര്യയും കൂടി വേറെ നാട്ടിൽ പോയി ഓട്ടോറിക്ഷക്ക് അവിടെ കൊടുത്തിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അതാണ് സിൻസിയറിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് പത്രം കൊടുക്കുമ്പോൾ ആ പത്രം ആ വീട്ടിൽ ഉണ്ടായില്ലെന്ന് ചോദിക്കണം. അല്ലെ എൻ്റെ ഇത് കൂടി ഇരിക്കട്ടെ, എനിക്ക് കഴിയില്ല എല്ലാ വീട്ടിലും പോകാൻ, ഇത് ഒരെണ്ണം വായിച്ചല്ലേ, ഞങ്ങളുടെ ഈ വീട്ടിൽ ഈ പത്രം ഞങ്ങളുടെ വീട്ടിലുണ്ട്, കുഴപ്പമൊന്നും ഇത് കൂടി ഇരിക്കട്ടെ എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ കള്ളിയാണ്, വിലകള്ളി ഇവിടെ വരുമ്പോഴാണ് പ്രശ്നം വരാൻ പോണത്. വിലകളി കമൻസ് വരുമ്പോൾ കമൻസ് അടിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഞാൻ പൊക്കണത്. അപ്പോൾ നമുക്കറിയാം കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു വളരെ ദൈവത്തോട് കളിക്കുമ്പോൾ നിങ്ങൾ ഭർത്താവിനോട് കാണിക്കുന്ന പോലുള്ള സൂത്രപ്പണിയൊന്നും കാണിച്ചേക്കരുത്. നിങ്ങൾക്ക് ഇങ്ങനെ സൂത്രപ്പണി കാണിച്ച പരിചയമാണ്. അതുകൊണ്ട് ദൈവത്തോട് എടുക്കുമ്പോൾ കറക്റ്റായിരിക്കണം സംഭവം. കറക്റ്റ് നിങ്ങളുടെ മനസ്സാക്ഷി കറക്റ്റാണെങ്കിലേ കർത്താവ് നിങ്ങൾക്ക് ഇവിടുത്തെ സാക്ഷ്യം എന്താ, കൃപാസനത്തിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ വിസ അടിച്ചു എന്ന് പറഞ്ഞു കേട്ടില്ലേ? അതാണ് സത്യസന്ധമായിട്ടുള്ള തീരുമാനമാണ്. തീരുമാനം എടുത്താൽ മതി. കൃപാസനത്തിലേക്ക് പോകാം, ഉടമ്പടി ചെയ്യാമെന്ന് തീരുമാനം എടുത്തപ്പോൾ തന്നെ ലൈനാണ് എന്താണ്, അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് അവിടെ മനസ്സ് ദൈവം അറിയണതുകൊണ്ടാണ്. ഉടമ്പടി ചെയ്താലും ഒക്കണയൊക്കെ ടേസ്റ്റ് നോക്കാം, പോയി രുചി എൻ്റെ ഉപ്പ് നോക്കിയിട്ട് പോരാ എന്നൊക്കെ പറഞ്ഞ് പോയില്ല. ആ കേസൊക്കെ കിടന്ന് കളിക്കണത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അതുകൊണ്ട് പോകുന്ന സമയത്ത് പത്രം മേടിക്കുക മാത്രമല്ല കൂപ്പൺ കറക്റ്റ് ചെയ്ത് വെക്കണം. എപ്പോഴും ഞങ്ങളിവിടെ വരുമ്പോൾ തന്നെ നിങ്ങളുടെ പൗച്ച് എടുക്കാൻ പറയും. പൗച്ച് എടുത്തിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് കൂപ്പൺ എടുത്ത് വെക്കാൻ പറയും. അതിൽ മാനേജർ അത് നോക്കിയിട്ടാണ് കൂപ്പൺ മേടിക്കുന്നത്. ആ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉടമ്പടി പൗച്ചിൻ്റെ ബാക്കിൽ, ഫ്രണ്ടല്ല ബാക്കിൽ നിങ്ങൾ വാങ്ങിച്ച പത്രം നിരത്തി വെക്കാൻ പറയും. എന്നിട്ട് അതിൻ്റെ ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, അല്ലെങ്കിൽ ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്. അങ്ങനെ നോക്കിയാൽ മാത്രമേ ആ പൗച്ച് മേടിക്കത്തുള്ളൂ. മേടിച്ചാൽ മാത്രമേ നമ്പർ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. എന്നിട്ട് സ്പെഷ്യൽ നമ്പർ ഇഷ്യൂ ചെയ്ത് തരും. അത് ചിലപ്പോഴും 100 വരെ ഉണ്ടാവും. ആദ്യം 400 കിട്ടും അത് നമ്പർ, പിന്നെ 200 കിട്ടും, പിന്നെ 100 കിട്ടും. 100 കിട്ടുമ്പോൾ 3 പ്രാർത്ഥനയും കഴിഞ്ഞ് ഉടമ്പടി പുതുക്കിയവരായിരിക്കണം. 3 പ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷം ഉടമ്പടി പുതുക്കിയവരായിരിക്കണം. ഉടമ്പടി പുതുക്കാത്ത ഒരു കാർഡും മേടിക്കത്തില്ല. 200 മേടിക്കും. നാട്ടിലില്ലാത്ത ഇവിടെ രാജ്യം വിട്ട് പോണത് കൊണ്ട് 2 പ്രാർത്ഥന, ഒരു പ്രാർത്ഥന കൂടിയാൽ മതി. ആ 100 എല്ലാം പുതുക്കാതെ മേടിക്കത്തില്ല കൗൺസിലിങ്ങിന് വേണ്ടി. 100 50 എല്ലാം ഉടമ്പടി പുതുക്കാതെ കൗൺസിലിങ്ങിന് വേണ്ടി നമ്പർ തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഉടമ്പടി പ്രകാരം ഒരല്പം പോലും മാറ്റമില്ലാതെ എല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ചില ആൾക്കാർ പെട്ടെന്ന് വഴി വരുന്നത്. അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചിലർ പ്രാർത്ഥനയ്ക്ക് എനിക്കറിയാൻ പറയും, പിന്നെ പ്രാർത്ഥനയ്ക്ക് വരാത്ത ആരാണെന്ന് എനിക്കറിയാൻ പറ്റും. അവരുടെ ഒരു ഉദ്ദേശം എന്താണ്, അവരുടെ ഗൂഢലക്ഷ്യം എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. അതാണ് ഇവിടെ ചില പ്രശ്നങ്ങൾ. ഇന്ത്യ പോടൊക്കെ എഴുതിട്ട് പൊടിയൊക്കെ പറഞ്ഞ കാര്യം അതാണ്. കാര്യം പിശാച് ഗൂഢലക്ഷ്യം കൊണ്ട് വന്നിരിക്കുക. കാര്യം ഇതോടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അവർ പ്രാർത്ഥന കുഴപ്പമിട്ടുണ്ട്, എങ്ങനെയെങ്കിലും പിന്നെ അച്ഛനെ കണ്ട് അവസാനിപ്പിച്ചാൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. പിശാച് ഗൂഢലക്ഷ്യം കൊണ്ട് വരുമ്പോൾ എഴുന്നേറ്റ് പൊടി എന്ന് പറയും. അത് അവരോടല്ല പറയണത്, അവൾ പ്രവർത്തിക്കുന്ന പിശാചോടാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഇത് നമ്മളെ ഈ ലോകത്തും വരാൻ പോകുന്ന ജീവിതത്തിലും ഈ വിശ്വസ്തത നിങ്ങളെ നല്ല ശരിക്കും ജീവിക്കുന്ന വിശുദ്ധരാക്കി മാറ്റും. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ കൂടെ ഭൗതികമായ കാര്യങ്ങളെല്ലാം മണിമണി പോലെ നടക്കും. നിങ്ങൾ നടത്തണ്ട, ദൈവം നടത്തും. ദൈവത്തിൻ്റെ ശക്തിയിൽ, നമ്മുടെ കഴിവിലല്ല ഉടമ്പടി ഉദ്ദേശിക്കുന്നത്. നേരത്തെ പുസ്തകം ഉയർത്തിപ്പിടിക്കുക. നേരത്തെ പുസ്തകം ഉയർത്തിപ്പിടിക്കുക. തലക്ക് മുകളിലെ
വിശ്വാസപ്രമാണം ചെല്ലരുത്. Lord Jesus Christ, Lord Jesus Christ, pour out His Spirit, the fire of God, soaked with the precious blood. God, increase His Spirit. I know that today the Catholic Church, the power of Jesus Christ, with the baptism of Holy Priesthood, I bless the Holy Spirit. Lord Jesus Christ, pour out His Spirit, the fire of God, soaked with the precious blood. God, increase His Spirit. I know that today the Catholic Church, the power of Jesus Christ, with the baptism of Holy Priesthood, I bless the Holy Spirit. സമാപന ആശീർവാദമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ